വിസ്മയത്തിന്റെ ഭാഗമായിട്ട് ഒരാളെ പിടിച്ചു. ആർക്കും ഓർമ്മയില്ല, ആരും അറിയുന്നില്ല. ആരെയാ പിടിച്ചേ? ആയിഷ പോറ്റി. ആയിഷ പോറ്റി 10 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ പഞ്ചായത്ത് പാർട്ടിയുടെ ഭാഗമായിട്ട് വന്ന ഉടനെ തന്നെ. അതിനുശേഷം 15 കൊല്ലം MLA ആയി. ആ MLA പണി കൂടി കഴിഞ്ഞ് പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെടുത്തു. ആ ജില്ലാ കമ്മിറ്റി അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ജില്ലാ കമ്മിറ്റി പിന്നെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്തു. ഏരിയ കമ്മിറ്റി അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അപ്പോഴൊക്കെ അസുഖമാണ് എന്നാണ്. അസുഖം എന്താണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി. ആ അസുഖം അധികാരത്തിന്റെ അപ്പകഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ലാതെ വേറെ ഒന്നുമായിരുന്നില്ല എന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുള്ള ഈ ആയിഷ പോറ്റിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലായി. ഒരു വർഗത്തെ വഞ്ചിച്ച് ഭരണവർഗത്തിന്റെ ഒപ്പം ചേർന്ന് മുമ്പോട്ടേക്ക് പോയ ഒരു ചിത്രമാണ് നമുക്ക് ആയിഷ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന. അവസരവാദപരമായ നിലപാട്, വർഗവഞ്ചനയുടെ ഭാഗമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് ചേക്കാറാൻ യാതൊരു തരത്തിലുള്ള മടിയുമില്ലാതെ ഈ പറയുന്ന ആയിഷ പോറ്റി പോയിട്ടുള്ളത്. വിസ്മയം അതാണ്. പിന്നെ CKP പത്മനാഭനെ പിടിക്കുമെന്ന് പറഞ്ഞു, പിന്നെ മാണി കേരള കോൺഗ്രസിനെ പിടിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. പ്രായമുള്ളവർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് VD സതീശനും കൂട്ടനും കൂടി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ് വിസ്മയം തീർക്കാൻ. ഒരു വിസ്മയവും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിസ്മയം തീർത്തുകൊണ്ട് ഒരു പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് ഇപ്പോൾ രചിച്ച് 2ാം ടേമിലേക്ക് അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം രചിക്കുന്ന 3ാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്കൊപ്പം നിന്ന് അതിശക്തമത്തായ പോരാട്ടങ്ങളിലേക്ക് ഞങ്ങളെല്ലാം നിങ്ങളൊപ്പമുണ്ട് എന്നും ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.